ഇന്നേക്ക് 14 വർഷം മുമ്പ് SAT ആശുപത്രിയിൽ നിന്ന് RCCയിലേക്ക് പേര് വെട്ടിവിട്ട ആളാണ് എൻ്റെ വൈഫ്. ക്യാൻസർ പേഷ്യൻ്റ് ആയിരുന്ന ബൈജു ബാലകൃഷ്ണൻ്റെ വൈഫ് മിനി. ഞാൻ ബഹുമാനപ്പെട്ട CP ജോൺ സാറുമായിട്ട്, അദ്ദേഹം പ്ലാനിംഗ് ബോർഡ് മെമ്പറായിരുന്നപ്പോൾ അദ്ദേഹമായിട്ട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, അങ്ങനെ ഒരു സംഭവമുണ്ടോ? ഞാൻ പറഞ്ഞു 1000 സംഭവമുണ്ട്, പറയാം. RCCയിലേക്ക് റീജിയണൽ ക്യാൻസർ സെൻ്ററിലേക്ക് എൻ്റെ വൈഫിനെ റെഫർ ചെയ്തു. SAT ആശുപത്രി. ഞാൻ ബൈബിൾ വെച്ചുകൊണ്ടാണ് ഇത് പറയുന്നത്, നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിക്കാം. എൻ്റെ കുഞ്ഞിനെ പുറത്തെടുത്തപ്പോഴാണ് ഈ ഫൈബ്രോയിഡ് കണ്ടുപിടിക്കുന്നത്. ഈ സ്മോൾ ഫൈബ്രോയിഡ് എന്ന് ഡോക്ടർമാർ പറഞ്ഞ ഈ ഫൈബ്രോയിഡ് ഇത് ഗ്രേറ്റ് ഫൈബ്രോയിഡ് മാറി. ഇത് ബലൂണിനകത്ത് വെള്ളം നിറച്ചതുപോലെ വലിയ മുഴയായി. ബ്ലീഡിങ് നിൽക്കുന്നില്ല. ഒടുവിൽ എൻ്റെ വൈഫിനെ വെന്റിലേറ്ററിലാക്കി. SAT ഹോസ്പിറ്റൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ലെഫ്റ്റ് സൈഡിൽ ഏറ്റവും സീരിയസ് ആയ ആളുകളെ കിടത്തുന്ന 3 ബെഡുള്ളൊരു IC യൂണിറ്റ് ഉണ്ട്, വെന്റിലേറ്റർ. ആ മിഡ് ICക്കകത്ത് ഫസ്റ്റ് ബെഡിൽ എൻ്റെ വൈഫ് വന്നു. തൊട്ടടുത്ത് കിടന്ന മാവേലിക്കര കൊല്ലം 2 സ്വദേശി സ്ത്രീകൾ ഇവിടെ കൺമുമ്പിൽ മരണപ്പെടുകയാണ്. 9 ദിവസങ്ങൾ 10 ദിവസം വെന്റിലേറ്ററിൽ കിടന്നു. 9ാമത്തെ ദിവസം ഞാൻ വഴക്കുണ്ടാക്കി. എൻ്റെ വൈഫ് നിരന്തരം ഇഞ്ചിഞ്ചായി മരിക്കുന്നു. ഇവിടുത്തെ ശ്രീകാര്യത്തുള്ള നിർമ്മല ഡോക്ടർ ഇവിടെ ഉണ്ടോയെന്ന് എനിക്കറിയില്ല, നിങ്ങൾ ചോദിക്കണം. എന്നോട് പറഞ്ഞു, പാസേ ഞാൻ ഈ ജോലി തുടങ്ങിയിട്ട് 25 വർഷമായി. ഇത്രയും വർഷത്തിനിടയിൽ ഇത്രയും ഭയാനകരമായ അബ്ഡോമൻ ട്യൂമർ എന്ന രോഗം ഞാൻ ആദ്യമായിട്ട് കാണുന്നു. പഠിച്ചിട്ടേ ഉള്ളൂ. കിംസിൽ നിന്നും കോസ്മയിൽ നിന്നും 12 സ്പെഷ്യൽ സർജന്മാരെ വിളിച്ചു. അവരെല്ലാം സോറി പറഞ്ഞു. വെള്ളനാട് മിനി ചർച്ചാ വിഷയമായി മാറി. ഒടുവിൽ ചുരുക്കി പറയാം, എൻ്റെ സ്വന്തം റിസ്കിൽ അവിടെ നിന്നൊരു പാസ വിളിച്ച് പ്രാർത്ഥിക്കുന്നു, 40% തിരിച്ചു വരുന്നു എന്ന് പറയുന്നില്ല. ഒരു 3 പേജുള്ളൊരു പത്രിക ഞാൻ എഴുതി വെച്ചു. ഇത് സത്യമാണ് ഈ പറയുന്നത്. എൻ്റെ സ്വന്തം റിസ്കിൽ വെള്ളനാട് മിനി എന്ന എൻ്റെ വൈഫിന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാനാണ് ഉത്തരവാദി എന്ന് എഴുതി വെച്ച് ഒരു ബോഡി കൊണ്ടുപോകുന്ന പോലെ അവളെ വീട്ടിൽ കൊണ്ടുപോയി. എൻ്റെ സെൻട്രൽ പാസ് DC സാമുൽ, അന്ന് ഞാൻ IPയിലാണ് നിന്നത്, ട്രിവാൻഡ്രം ചാലക്കുടി. ചോദിക്കണം DC സാമുൽ പാസോട് ചോദിക്കുന്ന സംഭവം. അദ്ദേഹത്തിൻ്റെ മോൻ പറഞ്ഞു, ബൈജു നീ ദൈവത്തെ പരീക്ഷിക്കരുത്. ഗോഡ്സം പാസ് പറഞ്ഞു, അവർക്ക് സീരിയസ് ആണ്, ദൈവനാമം ദുഷിക്കപ്പെടും. ഞാൻ പറഞ്ഞു, പാസ് ഡോക്ടർ പറഞ്ഞു RCC പോയി റേഡിയേഷൻ ചെയ്യാം എന്നുള്ളതേ ഉള്ളൂ, പക്ഷേ 6 മാസമേ ജീവിക്കൂ, ഗ്യാരണ്ടി. ഡോക്ടർ പറഞ്ഞു, എന്തിനു പാസ്റ്ററെ ചികിത്സിച്ച് കൊല്ലുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ എല്ലാ വർഷവും 21 days ഫാസ്റ്റിംഗ് വയ്ക്കാറുണ്ട്. 21 ദിവസം ഉപവാസം വച്ചു. ചെന്ന ഉടൻ വച്ചു. അതിൻ്റെ 11ാമത്തെ ദിവസം പ്രാർത്ഥന നടക്കുമ്പോൾ അന്നൊരു 200 വിശ്വാസികൾ, ഇന്ന് 300-ലധികം ദൈവമക്കൾ ആരാധിക്കുന്നുണ്ട്. അന്ന് 200 വിശ്വാസികളെ വന്നുള്ളൂ. ഏറ്റവും പുറകിൽ അവളെ കൊണ്ടുവന്നിരുത്തി. സ്തോത്രം. 2 പേരുടെ സഹായകൂടാതെ നടക്കാൻ പറ്റില്ല. ചരിയുമ്പോൾ ഈ മുഴ ഇങ്ങനെ തള്ളി വരും. നിങ്ങൾ കേട്ടോ, മീറ്റിങ്ങിൻ്റെ ഒടുവിൽ ദേവരാജൻ എന്നൊരു പാസ്റ്റർ, അദ്ദേഹം ഇന്നും ജീവിച്ചിരിപ്പുണ്ട്, കന്നമാമൂട് ദേവരാജൻ പാസ്റ്റർ, അദ്ദേഹം പ്രസംഗിക്കാനായിട്ട് എഴുന്നേറ്റു. അദ്ദേഹം പറഞ്ഞു, ഇന്ന് ദൈവം ചിലരെ സൗഖ്യമാക്കും, പ്രാർത്ഥിക്കാം. ഒരു പാട്ടുപാടി അങ്ങ് ആരാധിച്ചപ്പം ഞാൻ നോക്കിയപ്പോൾ എൻ്റെ വൈഫ് അവിടെ നിന്നോട് ഇങ്ങനെ തുള്ളി ചാടുന്നു. എനിക്ക് ദേഷ്യം വന്നു. ഈ സ്റ്റിച്ച് വല്ലതും വിട്ടുപോയാൽ എന്ത് സംഭവിക്കും? ഇവർക്ക് ഇത്രയ്ക്ക് ബോധമില്ല എന്ന് വിചാരിച്ചു. ഞാൻ മീറ്റിംഗ് കഴിഞ്ഞ് ഇറങ്ങിച്ചെന്ന് അവളോട് ചോദിച്ചൊരു ചോദ്യം, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ല, നിനക്ക് സൈലൻ്റായിട്ട് പ്രാർത്ഥിച്ചൂടെ? നിൻ്റെ ശരീരത്തിന് അവളിങ്ങനെ കുനിഞ്ഞിട്ട് ഇങ്ങനെ പ്രസവിട്ട് പറഞ്ഞു, ആ മുഴ അവിടെ ഇല്ലെന്ന് തോന്നുന്നെന്ന് പറഞ്ഞു. സത്യം, എനിക്ക് പേടിയായി. ഞാൻ ഓർത്തത് പൊട്ടിക്കാണും, ബ്ലീഡിങ് ഉണ്ടാകും. പക്ഷെ ബ്ലീഡിങ് ഉണ്ടായില്ലെന്ന് മാത്രമല്ല, ഈ കഴിഞ്ഞ ജൂലൈ മാസം 4-ാം തീയതി ആയപ്പോൾ ക്യാൻസർ രോഗം എൻ്റെ വൈഫിന് മുഴ അപ്രത്യക്ഷമായിട്ട് 14 വർഷം തികഞ്ഞു. ഇപ്പോൾ 15ാം വർഷം യാത്ര ചെയ്യുന്നു. ഇതുവരെയും ഒരു ചികിത്സയും ചെയ്തിട്ടില്ല. ബൈബിൾ സാക്ഷി, ദൈവം സാക്ഷി. നിങ്ങൾ കൈയടിക്കുമ്പോൾ നിങ്ങൾ കേട്ടോ, ഞാൻ കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് 3 മാസങ്ങൾ ഇംഗ്ലണ്ടിലായിരുന്നു. അവിടെ 4 ക്യാൻസർ രോഗികൾ ദൈവം സൗഖ്യമാക്കി പ്രാർത്ഥനയിൽ. ഇപ്പോൾ ഈ സമയത്ത് പോയപ്പോൾ ഈ അന്തിറുക്കണത്തൊരു ഫാമിലി അവിടെ ഉണ്ടായിരുന്നു. ഒരു സഹോദരന്റെ കവിളിനകത്ത് ക്യാൻസറിൻ്റെ ഫൈബ്രോയിഡ് ഉണ്ടായിരുന്നു. സോ അത് GP ചെയ്യാനായിട്ട് ഡേറ്റ് മേടിച്ചിരിക്കുന്നു. പ്രാർത്ഥിക്കുമ്പോൾ പൈശാചിക ശക്തി വെളിപ്പെടുകയും എൻ്റെ കൺമുൻപിൽ വെച്ച ആ മുഴ പൊട്ടിച്ച് ബ്ലഡും ചലവും കൂടെ പുറത്തു വരികയും 100% സൗഖ്യമാകുകയും ചെയ്തു. എന്ന് പറഞ്ഞാൽ ഈ സൈഡ് മുഴുവൻ മരവിച്ചിരുന്നു. മരവിപ്പ് കംപ്ലീറ്റ് മാറി. ഇപ്പോൾ ആ രോഗത്തിൻ്റെ സിംറ്റംസ് ഒന്നുമില്ല. അത്ഭുതകരമായി സൗഖ്യമാക്കി. ഞങ്ങൾക്ക് പറയാൻ 100 സാക്ഷ്യങ്ങൾ ഇന്ന് രാത്രിയിലുണ്ട്. രോഗത്തെ ഭയപ്പെടരുത്, സൗഖ്യമാക്കാൻ കഴിവുള്ള ഒരു പ്രാണനാഥൻ ഇന്ന് രാത്രി ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. വ്യാജ രോഗശാന്തി എന്ന് പറഞ്ഞ് ആളുകളെ മതം മാറ്റുമെന്ന് പറയുന്നവർ കേൾക്കണം, ഞങ്ങളുടെ കുടുംബമാണ് അത്ഭുത രോഗശാന്തിക്ക് ദൈവം കാരണഭൂതൻ എന്നുള്ളതിൻ്റെ ആദ്യത്തെ സാക്ഷി.